ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി പോയ ആനന്ദും ദേവിയും ഹോട്ടൽ റൂമിന് വേണ്ടി മാത്രം 26,000 രൂപ പൊട്ടിച്ചുവെന്നും ബാലന്റെ അക്കൗണ്ടിൽ നിന്നും ഒടുവിൽ ബാലൻ അറിയാതെ ആര്യൻ പണം മോഷ്ടിച്ച് അവർക്ക് അയച്ചു കൊടുത്തു എന്നുമൊക്കെയുള്ള വിവരങ്ങൾ ഇതാരും അറിയാതിരിക്കുവാൻ ആര്യൻ പരമാവധി പൊതിഞ്ഞു വെച്ചുവെങ്കിലും ഒടുവിൽ കള്ളി വെളിച്ചത്താവുകയും തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ദേവി നാണം കെട്ട് നാറുകയും ചെയ്ത ആ ചിത്രമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. കള്ളത്തരങ്ങളെല്ലാം പിടിച്ചതിന് ശേഷം ബാലൻ ദേവിയെ കണക്കിന് ശകാരിക്കുകയും തുടർന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാണിംഗ് കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇറങ്ങിപ്പോയത്. പിന്നീട് അടുക്കളയിൽ കയറിപ്പോയ ഗോമതി സങ്കടം സഹിക്കാൻ വയ്യാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദേവിയെ. എല്ലാ ആൾക്കാർക്കും കൂടിയുള്ള സകല വീട്ടുചെലവും കൂടി ഒരു മാസം 10,000 രൂപയിൽ കഴിയാതെ ഗോമതി പിടിച്ചു നിർത്തുമ്പോൾ 3 ദിവസത്തേക്ക് മാത്രം 26,000 രൂപ എന്നുള്ളത് ഗോമതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടല് തന്നെയായിരുന്നു. അതുകൊണ്ട് ഗോമതിയുടെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. ഈ സമയത്ത് മിത്രയും മീനുവും കൂടി വന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു അമ്മയുടെയും അച്ഛൻ്റെയും പുകിലുകൾ. മിച്ചം പിടിച്ച് ഇനി പിടിക്കാൻ ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ വരെ കൊണ്ടുവന്നെത്തിച്ചു. എന്നിട്ടിപ്പോൾ എന്തായി? 3 ദിവസം കൊണ്ട് 3 മാസത്തെ ചെലവിനുള്ളത് ഏട്ടത്തി ഒറ്റയടിക്ക് പൊട്ടിച്ച് കയ്യിൽ തന്നു. ഇത് മീനാക്ഷി പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട്, എനിക്കതല്ല സങ്കടം. ആര്യൻ ഈ പൈസ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ഇത്രയുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും അതൊന്നും പറയാൻ തയ്യാറായില്ലല്ലോ എന്നുള്ളതാണ്. ഒടുവിൽ ആര്യനാണ് അത് എടുത്തത് എന്ന് വ്യക്തമായിട്ടും എന്തിനു വേണ്ടി അത് എടുത്തു എന്നും ആർക്ക് കൊടുത്തു എന്നും പോലും ആര്യൻ പറയുന്നില്ല. അങ്കിളിൻ്റെ കയ്യിൽ നിന്നും ഈ അടിയെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടും ഈ പൈസ എന്തിനു വേണ്ടിയാണ് എടുത്തത് എന്ന് ആര്യൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ആര്യന് തുറന്നു പറയാമായിരുന്നല്ലോ ഇത് ആനന്ദേട്ടന് വേണ്ടിയാണ് എടുത്തതെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ആര്യൻ അപ്പോൾ വലിയ ആദർശവാദിയാവുകയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? അതുമില്ല. ദേവേടത്തിയാണെങ്കിൽ ആനന്ദേട്ടനെ ഇപ്പോൾ കൊന്നിട്ടുണ്ടാവും, ആനന്ദേട്ടൻ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതുകൊണ്ട്. എനിക്കറിയാം ദേവേടത്തിയുടെ മനോഭാവം എന്താണെന്ന്. ആര്യൻ അതെടുത്തത് അവർക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞാലും അത് തുറന്നു പറയരുത് എന്ന് ഒരുപക്ഷെ ദേവേടത്തി ആനന്ദേട്ടനെ വിലക്കിയിട്ടുണ്ടാവും. അപ്പോൾ മീനാക്ഷി, ഈ ദേവേടത്തിയുടെ ഓരോരോ കാര്യങ്ങളെ. വൈകിട്ട് ഓഫീസിൽ നിന്നും തിരികെ വരുന്ന വഴിക്ക് ഒരു പപ്സോ പരിപ്പോടയോ ഏതോ വാങ്ങിച്ച് കഴിച്ചു എന്ന് പറഞ്ഞ് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു ഇവിടെ കാണിച്ചത്. ഒരു പപ്സിന്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നു, തുടർന്ന് 5 പപ്സിന് എത്ര വിലയാകുമെന്ന് കൂട്ടി നോക്കുന്നു. അതിനുശേഷം ഒരു ദിവസം 5 പപ്സ് വീതം മേടിച്ചാൽ എത്രയാകുമെന്ന് പിന്നെ കൂട്ടുന്നു. തുടർന്ന് അത് 1 വർഷം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇതൊക്കെ കണ്ടപ്പോൾ. സത്യം പറയാലോ, ബാലച്ചന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണെന്നാണ് എനിക്ക് ദേവിയച്ചയെ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ ദേ കിടക്കുന്നു 2 സിനിമാ ടിക്കറ്റിന് 1,600 രൂപ, 3 ദിവസത്തെ ഹോട്ടൽ റെന്റ് 26,000 രൂപ. എന്തായാലും ദേവേടത്തി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ബാലച്ചൻ എടുത്തങ്ങ് ഉടുത്തേനെ എല്ലാവരെയും. അപ്പോൾ മിത്ര പറയുകയാണ്, അതെ, ദേവേടത്തി ഇവിടേക്ക് വന്നപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ള കളിക്കുവാനും താനെന്തോ വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാനും ഒക്കെയുള്ള പ്രകടനങ്ങളായിരുന്നു ഇതൊക്കെ. എല്ലാം അഭിനയങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഈ അഭിനയത്തിന് ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കാൻ പറ്റില്ല. സത്യം വൈകാതെ മറനീക്കി പുറത്തു വരും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടുതൽ ഞെളിയാൻ വരില്ലല്ലോ. അത് തന്നെ വലിയൊരാശ്വാസം. പിന്നെ ഇതിനകത്ത് ഏട്ടത്തിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. ആനന്ദേട്ടനും തുല്യ പങ്കാളിത്തമുണ്ട്. പെട്ടെന്ന് ഗോമതി ചോദിക്കുകയാണ്, അതെന്താ മിത്ര നീ അങ്ങനെ പറഞ്ഞത്? ആനന്ദ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയുന്നത്. ഓഹോ, അത് ശരി. അപ്പോൾ സ്വന്തം മകനെ കുറ്റപ്പെടുത്തില്ല, മരുമകളുടെ മേൽ എല്ലാ കുറ്റവും ഇരിക്കട്ടെ അല്ലേ? ഞാൻ അങ്ങനെയല്ല മിത്രേ പറഞ്ഞത്. അവനല്ലല്ലോ ഹോട്ടൽ ബുക്ക് ചെയ്തത്, അവളല്ലേ. അവളെല്ലാം വളരെ കൃത്യമായിട്ട് കുത്തിയിരുന്ന് നോക്കി വളരെ ബുദ്ധിപരമായി ആലോചിച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ളത് കണ്ടെത്തി വളരെ കഷ്ടപ്പെട്ടത് ചെയ്തു എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇതൊക്കെ നട്ടാക്കുരുക്കാത്ത നുണകളായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്കങ്ങോട്ട് കലി അടക്കാൻ പറ്റാത്തത്. സാരമില്ല, ഇനിയും ഉണ്ടല്ലോ അവസരങ്ങളൊക്കെ, നമുക്ക് കാണാം. ഈ സംസാരം അടുക്കളയിൽ 2 മരുമക്കളും ഗോമതിയും കൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മെല്ലെ ദേവി അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. പുറത്തു വെച്ച് തന്നെ ദേവി കേൾക്കുകയാണ് തന്നെക്കുറിച്ച് 3 പേരും കൂടി കുറ്റം പറയുന്നത്. ഈ സമയത്ത് ഗോമതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, അവൾ പഠിച്ച കള്ളിയാണ്, നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല. 26,000 രൂപ ഈ വീട്ടിൽ 3 മാസത്തെ നല്ല ഭംഗിയായി ചെലവ് കഴിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. അത് വെറും 3 ദിവസം കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു. അവൾ എല്ലാവരെയും തന്ത്രപരമായി സോപ്പിട്ട് മയക്കി കുപ്പിയിലാക്കി വെച്ചിരിക്കുകയല്ലേ. പക്ഷേ ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിതൊക്കെ. ദൈവം തമ്പുരാൻ തക്ക സമയത്ത് എല്ലാം അങ്ങ് പൊളിച്ചടുക്കി. മരുമകളുടെ തനിക്കോണം എന്താണെന്നുള്ളത് ബാലച്ചൻ്റെ മുമ്പിൽ അങ്ങ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭാഷണങ്ങളെല്ലാം മറഞ്ഞു നിന്ന് കേട്ട ദേവിക്ക് ഇതൊക്കെ വല്ലാത്തൊരു ഷോക്കായിട്ട് അങ്ങ് മാറുകയാണ്. തുടർന്ന് ദേവി കരഞ്ഞുകൊണ്ട് തിരികെ തൻ്റെ റൂമിലേക്ക് മടങ്ങിപ്പോകുന്നു. ഈ സമയത്ത് ആകാശും ആര്യനും ആനന്ദനും ധർമ്മനും ഒക്കെ കൂടി പുറത്തു നിന്നുകൊണ്ട് വലിയ ചർച്ചകൾ നടത്തുകയാണ്. ആകാശ് ആനന്ദനോട് പറയുകയാണ്, ഏട്ടാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഏട്ടൻ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് ചെല്ല്. ഏട്ടത്തി അവിടെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും.
പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കുക. എടാ അങ്ങനെയൊന്നുമില്ല, അതൊന്നും സാരമില്ല, ദേവിയെ ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ, അച്ഛൻ്റെ പൈസ എങ്ങനെ തിരികെ കൊടുക്കും എന്നുള്ളതാണ്. ഇത് കേട്ടിട്ട് ധർമ്മം പറയുന്നുണ്ട്, എടാ ആനന്ദൻ, നീ ഇപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കാര്യങ്ങളൊക്കെ അളിയന് മനസ്സിലായതുകൊണ്ട് ആ പൈസ ഇനി അളിയൻ ചോദിക്കില്ല. ഈ സമയത്ത് ബാലൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. 4 പേരും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ബാലൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്കാർക്കും ഇന്ന് പണിയൊന്നുമില്ലേ? എടാ ആകാശേ, നീ കടയിൽ പോകുന്നില്ലേ? അവിടെ എന്തെല്ലാം പണികളുണ്ട്. ഇവിടെ നീ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? ഇന്ന് കുറെ അധികം സ്ഥലങ്ങളിലേക്ക് പല സാധനങ്ങൾ എത്തിക്കാനുണ്ട്, അതൊക്കെ നീ മറന്നുപോയോ? എന്നിട്ട് ധർമ്മന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുക, എടാ നീ കടയിൽ പോകുന്നില്ലേ? അതോ ഇനിയിപ്പോൾ നിനക്ക് പ്രത്യേകിച്ച് ക്ഷണക്കത്ത് വല്ലതും വേണോ, അങ്ങോട്ടൊന്ന് എഴുന്നള്ളണമെന്ന് പറഞ്ഞ്? ഇല്ലളിയ, ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ സമയത്ത് ആര്യൻ ബാലന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, അച്ഛാ ആ 10,000 രൂപ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു തന്നോളാം. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മുതിർന്ന ആളാണ് എന്ന രീതിയിലാണോ നീ സംസാരിക്കുന്നത്? ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വലുത് പണമാണ് എന്നാണോ നിന്റെ ധാരണ? 10,000 രൂപ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, അത് ഞാൻ ചോദിക്കണ്ടായിരുന്നു അല്ലേ? പണമെടുത്തത് നീയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പല ആവർത്തി ഞാൻ നിന്നോട് അതേപ്പറ്റി വീണ്ടും വീണ്ടും ചോദിച്ചു, എന്തിനാണ് പൈസ എടുത്തതെന്ന്. പക്ഷേ സത്യം പറയാൻ നീ തയ്യാറായില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി, ഞാൻ നിന്നെ തല്ലി. ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ, അതോടുകൂടി അതൊക്കെ തീർന്നു. നീ എനിക്ക് ആ പൈസ തിരിച്ചു തരികയൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ എല്ലാവരെയും ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതാദ്യം എന്നോട് പറയണം. ഞാൻ അറിയാത്ത ഒരു കാര്യം പോലും ഈ വീട്ടിൽ ആരും തീരുമാനിക്കാനോ ചെയ്യാനോ പാടില്ല. പിന്നെ ഈ ഓൺലൈൻ പരിപാടി ഉണ്ടല്ലോ, അത് ഇതോടെ എല്ലാവരും അങ്ങ് നിർത്തിയേക്ക്. എല്ലാവരും അവരവരുടെ ഭാര്യമാരോട് കൂടി ഈ കാര്യം ഒന്ന് പറഞ്ഞേക്കണം. ഓൺലൈനിൽ കൂടി സിനിമ ടിക്കറ്റ് എടുക്കുക, ഓൺലൈനിൽ കൂടി ഹോട്ടൽ ബുക്ക് ചെയ്യുക, ഇതുപോലുള്ള ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല, അത് വേണ്ട. ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ മൗനമായി നിൽക്കുമ്പോൾ ആനന്ദിനോട് ബാലൻ ചോദിക്കുകയാണ്, ആനന്ദേ നീ എന്താ വിഷമിച്ചു നിൽക്കുന്നത്? കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർന്നതല്ലേ, ഇനിയിപ്പോൾ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ റൂം ബുക്ക് ചെയ്തത് 26,000 രൂപയ്ക്കല്ലേ? 5,000 രൂപ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നീട് 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്നും എടുത്തു. അപ്പോൾ 15,000 അല്ലേ ആയുള്ളൂ? ബാക്കി 11,000 രൂപ അത് നീ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്? അച്ഛാ ഇച്ചിരി ചില്ലറയൊക്കെ എൻ്റെ കയ്യിൽ അച്ഛൻ തന്നിരുന്നല്ലോ, അതൊരു 1,000 രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്നു. പിന്നെ ആര്യൻ എനിക്ക് തന്നത് 10,000 ആയിരുന്നില്ല, 20,000 രൂപയായിരുന്നു. 20,000 രൂപയോ? അതെവിടെ നിന്നാണ് ആര്യൻ ഇത്രയും പൈസ? എടാ ബാക്കി 10,000 രൂപ നിനക്ക് എവിടെ നിന്നായിരുന്നു? അത് നീ ഗോമതിയുടെ കയ്യിൽ നിന്നാണ് മോഷ്ടിച്ചതാണോ? അപ്പോൾ ധർമ്മൻ, അളിയൻ എന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നത്? അളിയൻ്റെ കയ്യിൽ നിന്ന് ഈ 10,000 എടുത്തത് കൂടാതെ ആര്യൻ്റെ കയ്യിൽ ഒരു 5,000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് 5,000 രൂപയും കൂടി ആര്യൻ വാങ്ങി. അങ്ങനെയാണ് ആ കടം തീർത്തത്. ഓ ശരി, അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാവരും കേട്ടല്ലോ. ഞാനാണ് ഈ വീട്ടിലെ ഗ്രഹനാഥൻ, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പറയുന്നത് പോലെ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്ത് ഇനി ആരെങ്കിലും എന്തെങ്കിലും വേലകൾ കാണിച്ചാൽ എൻ്റെ തനി സ്വഭാവം നിങ്ങളൊക്കെ കാണും. ഇത്രയും വാണിംഗുകൾ കൊടുത്തതിന് ശേഷം ബാലൻ വീണ്ടും ആകാശിനോടും ധർമ്മനോടും കടയിൽ പോകുവാൻ വേണ്ടി പറഞ്ഞിട്ട് സ്കൂട്ടർ എടുത്തുകൊണ്ട് വിട്ടുപോവുകയാണ്. ഈ സമയത്ത് ആര്യൻ ആനന്ദിനോട് പറയുന്നുണ്ട്, ഏട്ടൻ വിഷമിക്കണ്ട, ആ പൈസ ഞാൻ ഏട്ടന് തരാം, അത് അച്ഛൻ്റെ കയ്യിൽ ഏട്ടൻ കൊടുത്താൽ മതി. എടാ ആര്യ, അച്ഛൻ അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നീ അതേക്കുറിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഞാൻ നിനക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചത്? നീ ആദ്യം തന്നെ അച്ഛൻ ചോദിച്ചപ്പോൾ സത്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. നീ മിണ്ടാതിരുന്നത് കൊണ്ടല്ലേ അച്ഛൻ നിന്നെ വഴക്കു പറയുകയും തല്ലുകയും ഒക്കെ ചെയ്തത്. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ കാരണം അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് നിനക്കൊരു വഴക്ക് കേൾക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ആര്യ. അതൊന്നും കാര്യമില്ലേട്ടാ. ഏട്ടൻ വേഗം ഏട്ടത്തിയുടെ അടുക്കലേക്ക് ചെല്ല്, ഏട്ടത്തി സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. ഇത് കേട്ടുകൊണ്ട് തുടർന്ന് ആനന്ദ് റൂമിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ദേവി ഇങ്ങനെ കരഞ്ഞ് വീർത്ത മുഖവുമായിട്ട് കുനിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ആനന്ദ് മെല്ലെ ദേവിയുടെ തോളിൽ പിടിച്ചിട്ട്, ദേവി നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണോ? കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, കരയാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ദേവി ആനന്ദിൻ്റെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ആനന്ദേട്ടൻ എന്തായി പറയുന്നത്? ഞാൻ കരയാതിരിക്കാനോ? ആനന്ദേട്ടൻ്റെ അനിയനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ, എന്നെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിച്ചില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ മുൻപും പിൻപും നോക്കാതെ ആനന്ദേട്ടൻ ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയില്ലായിരുന്നു. എന്നിട്ട് ബാലച്ചൻ്റെ കയ്യിൽ നിന്നും ഇത്രയും വഴക്ക് എന്നെ കേൾപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് കരയാതിരിക്കാൻ. ഇതൊട്ടും ശരിയായില്ല ആനന്ദേട്ടാ. ദേവി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മുടെ ആവശ്യത്തിനു വേണ്ടി അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും അവൻ 10,000 രൂപ മോഷ്ടിച്ചു. ഒടുവിൽ അവൻ പിടിക്കപ്പെട്ടപ്പോൾ അച്ഛൻ അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഒന്നും അറിയാത്തവനെ പോലെ എനിക്ക് എങ്ങനെയാണ് ദേവി നിൽക്കാൻ പറ്റുന്നത്? അവൻ അവൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തതെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇത് ആർക്കു വേണ്ടിയാണ്? എന്നിട്ട് ദേവി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേവിയും കൂടി നിൽക്കുമ്പോഴല്ലേ അച്ഛൻ്റെ കയ്യിൽ നിന്നും അവൻ കുറേ തല്ല് വാങ്ങിയത്.
ഒരിക്കൽ പോലും സത്യം പറയണം എന്ന് എന്തുകൊണ്ടാണ് അപ്പോൾ ദേവിക്ക് തോന്നാതിരുന്നത്? അത് ശരി, അപ്പോൾ ഞാനിപ്പോൾ ഒറ്റപ്പെട്ടു. നിങ്ങൾ ചേട്ടനും അനിയനുമൊക്കെ ഒറ്റക്കെട്ടുമായി. ആനന്ദേട്ടാ, ആര്യനൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ വന്നാൽ ആര്യനെ സപ്പോർട്ട് ചെയ്യുവാൻ ആര്യൻ്റെ കൂടെ കട്ടയ്ക്ക് മിത്ര നിൽക്കും. എന്നാൽ എനിക്ക് ആരാണ് ഇപ്പോൾ ഉള്ളത്? ആനന്ദേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. ആ ആനന്ദേട്ടനും കൂടി എന്നെ ഇങ്ങനെ കൈവിട്ടാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദേവി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദേവി, ഞാനിനി മിത്രയുടെ മുഖത്ത് എങ്ങനെയാണ് നോക്കുക? ആര്യനൻ്റെ അനിയൻ എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ അവൻ മിത്രയുടെ ഭർത്താവാണ്. ഞാൻ കാരണം അവളുടെ ഭർത്താവിനെ അച്ഛൻ പൊതിരെ തല്ലിയിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ദേവി. ഒടുവിൽ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മിത്ര എന്നെ ഏത് രീതിയിലായിരിക്കും സങ്കല്പിച്ചിട്ടുണ്ടാവുക? അത് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞിട്ട് ആനന്ദ് ആ മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ അപ്പോഴും ദേവി അങ്ങനെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുന്നു. തുടർന്ന് കാണുന്നത് ഗോമതിയും മിത്രയും മീനാക്ഷിയും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് മിത്ര പറയുന്നുണ്ട്, അപ്പച്ചി, ദേവിയെടുത്ത് കഴിക്കാൻ വന്നില്ലല്ലോ, വിഷമിച്ചിരിക്കുകയായിരിക്കും. അത് സാരമില്ല, വിഷമം മാറുമ്പോഴേ അവൾ തന്നെ വന്ന് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളും. അയ്യോ അപ്പച്ചി, എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്? അപ്പച്ചി ദേവിയെടുത്തിയെ പോയെന്ന് വിളിക്ക്. മിത്രേ, നിനക്ക് വിശപ്പുണ്ടെങ്കിൽ നീ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ. അതല്ല വേണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകാം. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കാൻ പോവാ. ഓരോ ആൾക്കാർക്കും വിശപ്പ് തോന്നുമ്പോൾ അവർ വന്ന് കഴിച്ചോളും. ഇനിയിപ്പോൾ ഒരു നേരം പട്ടിണി കിടന്നു എന്ന് പറഞ്ഞ് ആരും ചത്തൊന്നും പോകത്തില്ല. ഇനി അതുമല്ല, ഉള്ള കാലം മുഴുവനും ഈ വീട്ടിൽ നിന്ന് ഇനി കഴിക്കില്ല എന്നങ്ങ് തീരുമാനിച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അയ്യോ അപ്പച്ചി, അപ്പച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ. ദേവിയെടുത്ത് നമ്മുടെ മുഖത്ത് നോക്കാൻ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കും കഴിക്കാൻ വരാതിരിക്കുന്നത്. പക്ഷെ വിശന്നിരിക്കുകയായിരിക്കില്ലേ? മിത്രേ, നിനക്ക് അത്ര സങ്കടമാണെങ്കിൽ നീ അങ്ങ് പോയി വിളിക്ക്. അല്ലാതെ ഞാൻ അവളെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വരുമെന്ന് നീ സ്വപ്നം കാണുകയേ വേണ്ട. ഇത് കേട്ടിട്ട് മീനാക്ഷി പറയുന്നുണ്ട്, രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് മീനാക്ഷി ദേവിയുടെ മുറിയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് കൂട്ടത്തിൽ മിത്രയും എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്. രണ്ടാളും കൂടി ദേവിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ദേവി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ മിത്ര വിളിക്കുകയാണ്, ഏട്ടത്തി, ഏട്ടത്തി സങ്കടപ്പെടാതിരിക്കുക, കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, മോളെ, അതല്ല എൻ്റെ വിഷമം, എനിക്ക് പൈസ പോയതിലുള്ള വിഷമമാണ്. 5000 രൂപ അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് എന്നുള്ളത് എനിക്ക് അപ്പോൾ മനസ്സിലായില്ല. ബുക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്കത് പിടികിട്ടിയത്. ആഹാ, അത് ശരി. അപ്പോൾ ദേവിടത്തേക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മനസ്സിലായി പൈസ പോയി എന്നുള്ളതല്ലേ? 26,000 രൂപയാണ് റൂമിൻ്റെ റെൻറ്റ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ആനന്ദേട്ടനോട് ഒന്നും പറയാതെ അവിടേക്ക് കൊണ്ടുപോയത്? അത് പിന്നെ മോളെ, ഞാൻ നിങ്ങളുടെയൊക്കെ മുൻപിൽ 5000 രൂപയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു വെച്ചതല്ലേ. ഒടുവിൽ അത് തിരുത്തി പറയുന്ന കാര്യം ഓർത്തപ്പോൾ എനിക്ക് ഭയമായി. മാത്രവുമല്ല, ബാലച്ചനെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള പേടി കൂടി എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. എന്നാലും ഏട്ടത്തി, ഈ പോകുന്ന വഴിക്കെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ആനന്ദേട്ടനോട് ഏട്ടത്തി ഒന്ന് പറയരുതായിരുന്നോ? കയ്യിൽ പൈസ ഇല്ലാതെ അവിടെ ചെന്നിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും ചിന്തിക്കാതെ എന്ത് ധൈര്യത്തിലാണ് ഏട്ടത്തി ആനന്ദേട്ടനെ വിളിച്ചുകൊണ്ട് ഇറങ്ങി അങ്ങ് പുറപ്പെട്ടത്? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ ദേവി അങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു. ഏട്ടത്തി വന്നിട്ട് ആഹാരം കഴിക്കാൻ നോക്ക്. എനിക്കിപ്പോൾ വിശപ്പില്ല മീനു, എനിക്കൊന്നും വേണ്ട. മാത്രവുമല്ല, എൻ്റെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ബാലച്ചൻ എന്നെ കണക്കിന് ശകാരിച്ചു. ആദ്യമായിട്ടാണ് ബാലച്ചൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ വീണ്ടും മീനാക്ഷി പറയുകയാണ്, ഏട്ടത്തിയെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. ഇനി മുതൽ മരണം വരെയോളം ഈ വീട്ടിൽ താമസിക്കേണ്ട ആളാണ് ഏട്ടത്തി. അങ്ങനെയുള്ളപ്പോൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ള എല്ലാവരുടെയും വായിൽ നിന്ന് നല്ല വർത്തമാനം മാത്രം കേൾക്കാം എന്നുള്ള ചിന്തയിലാണോ ഏട്ടത്തി ഇരിക്കുന്നത്? ഇത്രയും കൊണ്ട് തീർന്നില്ല. ഇനിയും ഈ വീട്ടിൽ പലതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. തെറ്റ് കാണുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ശാസിക്കും. ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിൽ അകാരണമായിട്ടായിരിക്കും വഴക്ക് കേൾക്കേണ്ടി വരിക. അതൊക്കെ ഒരു കുടുംബജീവിതത്തിന്റെ ഭാഗമാണ് ഏട്ടത്തി. ഏട്ടത്തിയുടെ വീട്ടിൽ ഇത്രയും കാലം ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും ഏട്ടത്തിയെ ഒരു വഴക്കും പറഞ്ഞിട്ടില്ലേ? എന്നാലും മീനാക്ഷി, അങ്ങനെയല്ലല്ലോ. എന്തങ്ങനെയല്ലെന്ന്? ഇത് ഏട്ടത്തിയുടെ സ്വന്തം വീടാണ്. ഇവിടുത്തെ അച്ഛനും അമ്മയും ഏട്ടത്തിയുടെ അച്ഛനും അമ്മയുമാണ്. ആ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുകയും കാണുകയും ഒക്കെ ചെയ്യണം. ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞു. ഇനി അതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞ് ഭക്ഷണം കഴിക്കാതെ മുറിക്കകത്ത് അടച്ചിട്ടിരുന്നാൽ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കാൻ പറ്റും? ഇല്ല മീനു, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വിശപ്പില്ല, നിങ്ങൾ പോയി കഴിച്ചോളൂ. അയ്യോ ഏട്ടത്തി, ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി ഏട്ടത്തി മാത്രമേ ഉള്ളൂ കഴിക്കാൻ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ആരുടെയും മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റില്ല. ഏട്ടത്തി, അതിനിവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ, അമ്മ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഏട്ടത്തി എഴുന്നേറ്റ് വാ. ഇല്ല, ഞാൻ വരില്ല, എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല. പിന്നെ മിത്രയോടൊരു കാര്യം, മിത്രയ്ക്ക് എന്നോട് ദേഷ്യമല്ലോ ഉണ്ടോ? ദേഷ്യമോ? എന്തിന്? ദേവിയച്ചിയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല. എൻ്റെ മുഖത്ത് ഞാനത് പ്രകടിപ്പിക്കും. അപ്പോൾ തന്നെ ഉള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യും.
പിന്നെ ഈ പ്രശ്നം നടന്നപ്പോൾ അന്നേരം എനിക്കല്പം സങ്കടമൊക്കെ തോന്നി. കാരണം എല്ലാവരും കൂടി ആര്യനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും ആര്യനെ അച്ഛനെ അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏട്ടത്തി ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ നിന്നതിൽ അയ്യോ മോളെ, സത്യമായിട്ട് ഞാൻ കള്ളമല്ല പറയുന്നത്. ആര്യൻ ആ പൈസ തന്നത് അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്ന് എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്പോൾ തന്നെ അത് പറയുമായിരുന്നു. ദേവിയേച്ചിക്ക് അറിയില്ലായിരുന്നു ആനന്ദേട്ടൻ എവിടെ നിന്നാണ് ഈ പൈസ കളക്ട് ചെയ്തതെന്നും റൂമിൻ്റെ ബാക്കി പൈസ കൊടുത്തതെന്നൊന്നും. ഇല്ല മിത്രേ, എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇന്നലെ വൈകിട്ടാണ് അറിയുന്നത് ആര്യനാണ് പൈസ തന്നത് എന്ന്. ആ ശരി ശരി, എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതും പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്കതിനകത്ത് ഉള്ള വിഷമം എല്ലാം പോയി. അതുകൊണ്ട് ഏട്ടത്തി എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. വേണ്ട മിത്രേ, എനിക്ക് വേണ്ട. ദേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾ ഏട്ടത്തിയെ എടുത്തുകൊണ്ട് പോകാൻ പോവാണ്. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. ഇത് പറഞ്ഞിട്ട് മിത്രയുടെയും മീനാക്ഷിയുടെയും പിന്നാലെ ദേവി പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. തുടർന്ന് ആഹാരത്തിന് വേണ്ടി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്ന സമയത്ത് ഗോമതി ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട്. ദേവിയെ കണ്ടപാടെ ഗോമതിയുടെ മുഖഭാവം അങ്ങ് മാറി. ഗോമതി വല്ലാത്ത ദേഷ്യത്തോടെ ദേവിയെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഗോമതിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ ഗോമതി, ഓ നീ എന്നോട് അങ്ങനെയൊന്നും പറയണ്ട ദേവി, 26,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, അതൊക്കെ നിസ്സാരം. ഈ 26,000 രൂപ പോയതിനാണോ നീ മുറിക്കകത്ത് കയറി ഉണ്ണാവ്രതം അനുഷ്ഠിക്കാൻ പോയത്? അതോ അടുത്ത 50,000 എങ്ങനെ പൊട്ടിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയതാണോ? പെട്ടെന്ന് മീനാക്ഷി പറയുകയാണ്, അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ദേവിയേച്ചിയെ ഒരു വിധത്തിലാണ് ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്നത് കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നും സംസാരിച്ചു വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ആഹാ കൊള്ളാലോ മീനു, നിന്റെ സംസാരം കേട്ടിട്ട് ഞാനാണിപ്പോൾ കുഴപ്പമുണ്ടാക്കിയതെന്നുള്ളത് പോലെ. ഒരു കാര്യം ഞാൻ പറയാം, ഞാനായതുകൊണ്ട് പറ്റി. വേറെ ഏതെങ്കിലും ഒരു അമ്മായിയമ്മമാരായിരുന്നുവെങ്കിൽ ഇവളെ വെച്ചു പൊറുപ്പിക്കില്ലായിരുന്നു. തുടർന്ന് നിറകണ്ണുകളോടുകൂടി ഇരിക്കുന്ന ദേവിയുടെ പാത്രത്തിലേക്ക് ഗോമതി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ദേവി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ദേവി, ഭക്ഷണമൊക്കെ കൊള്ളാവോ? ആ കൊള്ളാമേ, ഇത് നല്ല ഭക്ഷണമാണ്, ഒത്തിരി കറികളൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. ആ ഇത്രയും ടേസ്റ്റൊക്കെയുള്ള ഭക്ഷണം കഴിക്കണമെങ്കിലേ ബാക്കിയുള്ളവരുണ്ടാക്കണം. അല്ലാതെ നാട് നീളെ ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ട ഹോട്ടലുകളിൽ കയറി കിട്ടുന്നതൊക്കെ വാങ്ങി തിന്നാലേ ഈ രുചിയൊന്നും വരില്ല കേട്ടോ. ഇത് കേട്ടിട്ട് വീണ്ടും എത്ര പറയുകയാണ്, അപ്പച്ചിയോട് പറഞ്ഞില്ലേ നിർത്താൻ, വെറുതെ ഓരോന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കണ്ട. അതേടി, ഞാൻ സംസാരിക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ടേ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു സൂചി നൂലും എടുത്ത് എൻ്റെ വായങ്ങ് കുത്തിക്കെട്ടി വെക്ക്. അപ്പം ഞാൻ സംസാരിക്കില്ല. അങ്ങനെയാവുമ്പോൾ ഇവിടെ പിന്നെ ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. നിനക്കൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം തന്നതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. സ്വന്തം മക്കളെ പോലെയാണ് ഓരോരുത്തരെയും ഞാൻ കൊണ്ടു നടന്നത്. ഗോമതിയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ ഭക്ഷണത്തിൻ്റെ മുൻപിൽ ഇരുന്നുകൊണ്ട് ദേവി കണ്ണുനീർ പൊഴിക്കുകയാണ്. പക്ഷേ ഗോമതി ആവട്ടെ വിടാനുള്ള ഭാവമില്ല. ഗോമതി വീണ്ടും വീണ്ടും ദേവിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമത്തിലാണ്. തുടർന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.